വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ഒരു ആശയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്, പ്രതിനിധീകരിക്കുന്നവരാണ് ഇവരെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ആശയത്തോട് നേർവിപരീതമായ പ്രവർത്തനമാണ് ഇവരിൽ നിന്ന് കണ്ടുവരുന്നത്. പറയുന്നത് വഹാബിസത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പിൻബലമില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആശയങ്ങളെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തിരികെ കയറ്റാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് അയിമ്മത്തിൻ്റെ ഇബാറത്തുകളെ മാറ്റിത്തിരുത്തുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരുപാട് കൈക്കടത്തലുകൾ അവർ മഹാന്മാരുടെ കിതാബുകളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എണ്ണി പറയുന്ന പഠനങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ളത് സയ്യിദുൽ ഖാത്തിറാണ്. ഹിജറ 597 വഫാത്തായ ഒരുപാട് കിതാബുകൾ എഴുതിയ ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടേതാണ് സയ്യിദുൽ ഖാത്തിർ. ഈ കിതാബിൻ്റെ 48-ാം പേജിൽ മഹാനൊരു അനുഭവം പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ആത്മീയമായ പുരോഗതിക്ക് തടസ്സമാകുന്ന കുറേ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ലജ്ജഅതു ഇലാ ഖുബൂരി സ്വാലിഹീൻ വതവസ്സൽതു ഫീ സ്വലാഹി, അഥവാ സ്വാലിഹീങ്ങളെ ഖബർ സിയാറത്ത് ഒരു അഭയമായി കണ്ട് അവിടെ പോയി അവരെ തവസ്സുലാക്കി ദുആ ചെയ്ത് അല്ലാഹു ഉത്തരം നൽകി. ഇവിടെ ഇലാ ഖുബൂരി സ്വാലിഹീൻ എന്ന് മാറ്റി ഇലാ ഖബൂലി സ്വാലിഹീൻ എന്നവരാക്കുകയാണ്. 2004 ദിമഷ്കിലെ ദാറുൽ ഖലമിൽ നിന്ന് ഇറങ്ങിയ കോപ്പിയിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. മക്തബത്തു ഷാമിലിൽ ഇപ്പോഴും പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇത് കേവലം ഒരു റാ മാറി ലാമായതാണ്, ഒരു ചെറിയൊരു അക്ഷരത്തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ കിതാബിൽ തന്നെ കുറേ അങ്ങനെ റാ ലാമായിട്ടുണ്ട്. അഥവാ തന്ത്രപരമായി തെരഞ്ഞെടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഈ കിതാബിൽ തന്നെ വേറൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്, വൽ തക്കുൻ ലഹു വദീഫത്തുൻ മിൻ ഖുബൂരി സ്വാലിഹീൻ, അഥവാ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അവൻ്റെ മുഖ്യ ചര്യയായി മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ മാറണം. അവൻ എപ്പോഴും മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ, സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യൽ പതിവാക്കണം എന്ന് പറയുന്നു. ഇവിടെയും ഖുബൂർ സ്വാലിഹീൻ മാറ്റി ഖബൂലി സ്വാലിഹീൻ ആക്കിയിട്ടുണ്ട്. അതെ, അവർ ഇത്തരത്തിൽ മാറ്റിത്തിരുത്തലുകൾ നടത്താനുള്ള പ്രധാന കാരണം എന്നത് ഖബർ സിയാറത്തിന് അവർ പൂർണ്ണമായി എതിർക്കുന്നു എന്നതാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ നിലപാട്, ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൻ്റെ വിശദീകരണമായ ഷറഹ് മുസ്ലിമിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അയിമ്മത്തിൻ്റെ ഇജ്മാ ഉണ്ട്, ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് ഖബർ സിയാറത്ത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എല്ലാ വർഷവും ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു എന്ന മാതൃക ഇതാണ്. ആ മാതൃക പിൻപറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കം സ്വഹാബത്തും ശേഷം വന്ന അഇമ്മത്തും ഉലമാ മുഴുവനും ഖബർ സിയാറത്ത് ചെയ്തവരും പ്രോത്സാഹിപ്പിച്ചവരുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സിഖാത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു മൂസ റിള എന്നവരുടെ മഖ്ബറയെ പറ്റി പറയുന്നുണ്ട്. ആ മഖ്ബറയിൽ ഒരുപാട് പേര് സിയാറത്തിന് വരാറുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അവിടത്തേക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസം ആ ഖബറിങ്ങിൽ പോയി അവതരിപ്പിക്കുകയും പടച്ച റബ്ബിനോട് അവിടെ വെച്ച് ദുആ ചെയ്യാറുണ്ട്. അത് മുഖേന എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ കിതാബാണല്ലോ താരീഖ് ബഗ്ദാദ്. ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവർ സ്വാലിഹീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത, അയിമ്മത്ത് സിയാറത്ത് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ എണ്ണി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ പറ്റി പറയുന്നുണ്ട്. ആ ഖബർ ഷരീഫ് അതിനെപ്പറ്റി പറയുന്നത് മുജറബൻ ലി ഖവാഇൽ ഹവായിജി എന്നാണ്. എന്ത് ആവശ്യം വന്നാലും മുജറബാണ്. ജനങ്ങൾ അവർക്ക് അത് അനുഭവിച്ചറിഞ്ഞവരാണ്. ആവശ്യ പൂർത്തീകരണത്തിന് പ്രത്യേകം അവർ അനുഭവിച്ചറിഞ്ഞ മഖബറയാണ്, ഖബർ ഷരീഫാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം തന്നെ ഇതേ കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുന്ന് എല്ലാ സമയത്തും
ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാറുണ്ട്, അവിടുത്തെ തൊട്ട് ബറക്കത്തെടുക്കാറുണ്ട്. എന്ത് ആവശ്യം വന്നാലും ബഹുമാനപ്പെട്ടവർ 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഷരീഫിലേക്ക് പോയി അവിടെ പോയിട്ട് അവിടുത്തെ ആവശ്യങ്ങൾ പടച്ച റബ്ബിനോട് പറയുകയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്തു എന്ന സംഭവം ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നതായിട്ട് താരിഖ് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇക്കാലത്രയുമുള്ള സ്വഹാബത്തും അഇമ്മത്തും ഉലമാഉം എന്നല്ല ഈ കാലത്തു വരേക്കും മനസ്യൂലം തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഖബർ സിയാറത്ത് എന്നുള്ളത്. തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആവശ്യഘട്ടങ്ങളിൽ സ്വാലിഹീങ്ങളുടെ മഖബറയിൽ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അത് മുഖേന തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്, അറിയുന്നതുമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഇതിന് നേരെ വിപരീതമായി ഖബർ സിയാറത്തിനെ എതിർക്കുന്ന വഹാബികൾ, അവർ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന പ്രവണതയാണ് ചെയ്യുന്നത്.